ഔസേപ്പോ എന്തായടോ? ഞാനിപ്പോ ഇട്ടിച്ചിറ പഞ്ചായത്തിലെ 6ാം വാർഡിലെ ഒരു ബൂത്തിൽ നിന്ന് ഇവിടെ മൊബൈൽ റേഞ്ച് കിട്ടുന്നില്ല. അതെന്നാ കുറെ സാറേ? ഓപ്പറേഷൻ സക്സസ്. 30 ലക്ഷത്തിന് നമുക്ക് ഒതുക്കാം. അത് ഞാൻ കാശുമായി ജിമ്മിച്ചനെ വിടാനാ പറയുന്നത്. ജിമ്മി ഇവിടെ ഉണ്ടോ സാറേ? ഫോൺ അവന്റെ കയ്യിലോട്ട് കൊടുത്തേ. ബാക്കി ആ ചെവി പറയാനുള്ള. ഈ ചെവി ഭയങ്കര കടി. കൊച്ചോസേപ്പ വഴിക്കൊരു ബൂത്തിന്ന്. ഹലോ, ഞാനാ ജിമ്മി. 30 ലക്ഷം തന്നെ അവിടുന്ന് എണ്ണി മേടിച്ചോണം. ബാക്കി പിന്നെയും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നേ. ഇതിപ്പോ സ്ത്രീധനമായിട്ട് നിന്റെ കയ്യിൽ തന്നെ വരാൻ പോണ കാശല്ലയോ? അത് വെച്ച് കൂട്ടി കൊടക്കിനാലും 3 ഹണിമൂൺ ലാഭക്കച്ചവടം തന്നെ അല്ലേടോ. ബില്ല് നാളെ തരാം. എന്നതാ നിനക്കൊരു ഏനായിക? പുള്ളിക്കാരൻ കാശ് വാങ്ങുമെന്ന് കരുതിയില്ലല്ലേ? ഇതും ഞാൻ പറയാറുള്ള ചതുരംഗക്കളിയുടെ ഒരു ഭാഗമാണ്. പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ. പണം അത് പരുന്തിന്റെ മേലെയും പറക്കും. അത് തോനെ എറിഞ്ഞ ആരും വീഴും, ആരെയും വീഴ്ത്താം. വൈകണ്ട, നീ പോവാൻ നോക്കും. ഇത്രയും കാശുമായിട്ട് പോകുന്നതല്ലേ, 2 പേരൂടെ കൂട്ടിരുന്നോട്ടെ. സിറിയാക്കേ, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കോ ജിമ്മിച്ച? അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ? ഈ നട്ടാ പാതിരയ്ക്കോ? നേരെ എന്നതായി വിചാരം. ഒന്ന് കഴിഞ്ഞു. സ്വന്തം ഭാര്യ വീട്ടിലേക്കുള്ള വഴി അറിയാത്ത ഭർത്താവ് എന്നാ ഭർത്താവാ കർത്താവ്. നീ ബാക്കിലോട്ട് എടുക്ക. ഒരാള് ഇവിടെ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിസ്റ്റർ മാത്യു വർഗീസിന്റെ വീട് എവിടെ? നിങ്ങൾ എവിടെന്നാ? ഞങ്ങൾ പാലായിന്നാ. നിങ്ങളെന്താ ഈ രാത്രിയില്? ഞങ്ങള് അയ്യോ, ഇത് ആറ്റിപ്രാക്കൽ ജിമ്മി അറിയത്തില്ലയോ? മത്തായി സാറിന്റെ മോളെ കെട്ടാൻ പോകുന്ന ജിമ്മിച്ചനാ. ലവ് മാരേജ് ഒന്നുമില്ല. എവിടാ വീട്? ഇവിടുന്ന് പോയാ ഫസ്റ്റ് ലെഫ്റ്റ്, അവിടുന്ന് 3ാമത്തെ വീടാ. താങ്ക്സ്. ഇത് തന്നെ വീട്. നീ ഇവിടെ ഇരിക്കേ. ശരി. പെട്ടി. കൂട്ടിന് വന്ന പാർട്ടീസ് കൊള്ളാം. മൂത്ര വെച്ചിട്ട് ഇടന്നുറങ്ങും. ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. ഇല്ല, വേണ്ട വേണ്ട, തിരക്കിട്ട് വരുമൊന്നും വേണ്ട. പുറത്താരോ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം ചേച്ചി. ജിമ്മി പണവുമായി വന്നതായിരിക്കും അല്ലേ? എന്റെ ആത്മാഭിമാനത്തിനും സത്യസന്ധതയ്ക്കും താനും തന്റെ നേതാവും എത്ര രൂപയുടെ വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്? അത് പിന്നെ സാർ ശബ്ദിക്കരുത്. തന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. എന്റെ മുമ്പിൽ ഈ കോഴപ്പണമായിട്ട് വരാൻ നിനക്ക് ധൈര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കറിയാം, ഈ പെട്ടിയടക്കം നിന്നെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. സാർ വരാൻ പറഞ്ഞപ്പോ താൻ എന്ത് കരുതി എന്നെ കുറിച്ച്? കാശ് കാണുമ്പോ കണ്ണു മഞ്ഞളിക്കുന്ന ഒരു തിയേറ്ററെ.
സാറേ, എന്നതാ സാറേ ഞാൻ ഈ കേൾക്കുന്നത്? എന്തൊന്നും ഉണ്ടായത്? എടോ തുമ്മിച്ച, ഒരു LD ക്ലർക്കായി സർക്കാർ സർവീസിൽ കയറി ടെസ്റ്റ് എഴുതി പാസ്സായി പ്രമോഷൻ വാങ്ങിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ എത്തിയ ഒരു മന്ദബുദ്ധി നസ്രാണിയേക്കാൾ കോരയ്ക്ക് തലയ്ക്ക് വെളിവുള്ളത് കൊണ്ടാ പാർട്ടി മാറിയാലും മുന്നണി മാറിയാലും കോര മന്ത്രിക്കസരെ തന്നെ ഇരിക്കുന്നത്. അവിടെ ഇടങ്കോലിടാൻ ഏത് യമണ്ടം വന്നാലും കോരയുടെ പിള്ളാര് തകർത്തു. അപ്പൊ മത്തായി സാറിനെ? അതേടോ, പണവുമായി ജിമ്മിയെ വിടാൻ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ജിമ്മിക്കൊപ്പം ഞാൻ നമ്മുടെ 2 പിള്ളാരെയും കൂടെ വിട്ടത്. എന്നെയും തന്നെയൊക്കെ ചതിക്കാനുള്ള പദ്ധതിയായിരുന്നു മത്തായിടേത്. മുഖം കറുത്തൊരു വാക്ക് പറഞ്ഞ തട്ടിയേക്കാൻ ഏർപ്പാടാക്കിയത്. പിള്ളേരത് വെടുപ്പോടെ ചെയ്തു. അയാളുടെയും പെമ്പിള്ളയുടെയും വിധി. പക്ഷെ നമ്മുടെ ജിമ്മി ഒരു മണ്ടത്തരം കാണിച്ചു. വഴിക്ക് കണ്ടവരോടൊക്കെ പേരുനാളും വിളമ്പി. സാറേ, ഓർക്കുന്നുണ്ടോ നിങ്ങള്? വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് പഠിക്കൽ വെച്ച് പ്രിൻസിപ്പൽ അച്ഛനെതിരായി മുദ്രാവാക്യം വിളിച്ച ഒരു കുസ്തിക്കാരൻ കൊച്ചനെ, അതേക്കുറിച്ചുള്ള ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നപ്പോ തന്നെ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, ആ കൊച്ചൻ കൊള്ളാമല്ലോടാ തൊമ്മി, അവനെയും വിളിച്ചുകൊണ്ട് ചരക്കുന്നിലെ യോഗസ്ഥലത്തേക്ക് വാ എന്ന്. എന്നെ വിശ്വസിച്ച് അവൻ എന്റെ കൂടെ വന്നു. അന്ന് 2 കൈയും നീട്ടി അവനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അവനെ എത്തിക്കാവുന്നിടത്തോളം ഉയരങ്ങളിൽ ഞാൻ എത്തിക്കുമെന്ന്. എന്നിട്ട് നിങ്ങളിപ്പോ എന്റെ കൊച്ചിനെ നിറഞ്ഞ സ്നേഹത്തോടെയാ ഞാൻ നിങ്ങളെ കോരസാറെന്ന് വിളിക്കുന്നത്. എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആ പേര് മാറ്റി വിളിക്കും. പാർട്ടിയും മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. How are you, Mr. Attiprakal Jimmy? Fine. I am fine. സീരിയസ് ഇഞ്ചോർഡായ അക്യൂസ്ഡിന്റെ മൊഴി ഹോസ്പിറ്റലിൽ വന്നെടുക്കുന്ന ഒരു രീതിയുണ്ട് ഞങ്ങൾക്ക്. സോറി. മരണമൊഴി അല്ലേ? ഈ പരിക്കുകൾ കൊണ്ട് നിങ്ങൾ മരിക്കില്ലെന്ന ഡോക്ടേഴ്സിന്റെ ഡിസിഷൻ. ദൈവം എന്ന ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന സത്യം ഇന്ന് കാലത്തെനിക്ക് പൂർണ്ണമായും ബോധ്യമായി. മർഡർ നടന്ന വീട്ടിൽ നിങ്ങൾ ഇന്നലെ രാത്രിയിൽ ചെന്നിരുന്നു എന്ന് നാളെ കോടതിയിൽ പറയാൻ ആ ദൈവം ഞങ്ങൾക്കൊരു സാക്ഷി തന്നു. മിസ്റ്റർ പ്രേമദാസൻ. ഓർമ്മയുണ്ടോ? ഇന്നലെ രാത്രിയിൽ നിങ്ങൾ മർഡർ നടത്തിയ ആ വീട്ടിലേക്കുള്ള വഴി ചോദിച്ച ആൾ. ഇനി ഒന്നും ഒളിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളോട് സഹകരിച്ചൂടെ? Sure. Ask me. Come on, note it. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എത്ര മണിക്കായിരുന്നു മരണപ്പെട്ട മാത്യു വർഗീസിന്റെ വീട്ടിൽ ചെന്നത്? 1 മണി കഴിഞ്ഞു. മർഡറിനുള്ള പ്രിപ്പറേഷനോടെയാണ് നിങ്ങൾ ചെന്നത് അല്ലേ? കരുതി കൂട്ടിയ കൊലപാതകം. അതെ. അതിനുള്ള മോട്ടീവ്? മരണപ്പെട്ട മാത്യു വർഗീസ് അയാളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. മനസ്സു ചോദ്യവും കഴിഞ്ഞു. ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അവരെ കൊലപ്പെടുത്തി ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ഇതായിരുന്നു എന്റെ മോട്ടീവ്. പ്ലീസ്, പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് ഡിസ്റ്റർബ് മീ.